ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂറും സ്ഥല MLA രമ്യ ഹരിദാസും ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ ചേർന്നതാണ്. മുതലപ്പടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ തടയാൻ വേണ്ടി ഫിഷറീസ് വകുപ്പ് തന്നെ ചില നടപടികൾ എടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം വിശദീകരിക്കും. എൻ്റെ പ്രശ്നം നമുക്ക് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഭാവിയിൽ മുതലപ്പടി പോലുള്ള എല്ലാ സ്ഥലങ്ങളിലും കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഇനിയൊരു അപകടം ഇതുപോലെ ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടുള്ള ശാശ്വതമായ പരിഹാരമാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് ഭവന നിർമ്മാണം, മണ്ണെണ്ണയുടെ സബ്സിഡി, അതോടൊപ്പം തന്നെ അവർക്ക് കടലിൽ പോകുന്ന സമയത്ത് മെയിൻ്റനൻസ്, ഇതെല്ലാം കേരളത്തിലെ പുതിയ ഗവൺമെൻറ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽപ്പെടുന്ന സന്ദർഭത്തിൽ ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ തെരച്ചിലും അവരെ രക്ഷപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഫിഷറീസ് വകുപ്പ് തന്നെ ചില നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ വളരെയേറെ മത്സ്യത്തൊഴിലാളികളോട് ചേർന്ന് നിൽക്കുന്നു. അവരുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും അവരോടൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത്. ഫിഷറീസ് മന്ത്രി മറ്റു കാര്യങ്ങൾ പറയും.